ഹായ്, ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്ന് ഇൻകം ടാക്സിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇവിടെ വീഡിയോ ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത്. എന്താണത്? ഫിനാൻഷ്യൽ ഇയർ 2019-20 നിങ്ങളുടെ ടാക്സ് ബാധ്യത. ഫിനാൻഷ്യൽ ഇയർ 2019-20 ടാക്സ് സ്ലാബുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബഹുഭൂരിഭാഗം ആൾക്കാരും ഈ ടാക്സ് സ്ലാബിനെ കുറിച്ച് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ ഒന്ന് പറയാം, ഈ വീഡിയോ മുഴുവനായി കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് മിസ്സാവും. പകുതി അറിവ് ആപത്താണ്, ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഇന്നത്തെ വീഡിയോ തൊട്ടിട്ട് ഇനി മുതൽ ഇൻകം ടാക്സ്, GST, TDS മുതലായവയുടെ നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചുമുള്ള ക്ലാസ്സുകളാണ് റെഗുലറായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നോക്കുക, ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 2019-20 നിങ്ങളുടെ ടാക്സ് ബാധ്യത. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫിനാൻഷ്യൽ ഇയർ എന്നതെന്താണ്, അസസ്മെന്റ് ഇയർ എന്നതെന്താണ്. ഫിനാൻഷ്യൽ ഇയറും അസസ്മെന്റ് ഇയറും രണ്ടാണ്. പലരും മനസ്സിലാക്കിയിരുന്നത്, എനിക്കൊന്ന് കോമേഴ്സ് വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാർക്കൊക്കെ അത്യാവശ്യം അറിയാമായിരിക്കും. എന്തെങ്കിലും ബഹുഭൂരിഭാഗം ആൾക്കാർക്കും ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ വേറെയാണ്, അസസ്മെന്റ് ഇയർ വേറെയാണ്. എന്താണ് ഫിനാൻഷ്യൽ ഇയർ? ഫിനാൻഷ്യൽ ഇയർ എന്നാൽ നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇയറിനെയാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഇയർ? നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇയറിനെയാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അസസ്മെന്റ് ഇയറോ? ഇൻകം, ആ ജനറേറ്റ് ചെയ്ത ഇൻകം, നേടിയ ഇൻകം SSC ചെയ്യുന്ന വർഷത്തെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ആ നേടിയ ഇൻകം SSC ചെയ്യുന്ന, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് SSC ചെയ്യുന്ന വർഷത്തെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ നേരെ അടുത്ത വർഷം തന്നെയായിരിക്കും അസസ്മെന്റ് ഇയർ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഫിനാൻഷ്യൽ ഇയർ 2016-17 ആണെങ്കിൽ അസസ്മെന്റ് ഇയർ 2017-18 ആണ്. മനസ്സിലായി കാണുമല്ലോ. ഫിനാൻഷ്യൽ ഇയറിന്റെ നേരെ അടുത്ത വർഷമാണ് അസസ്മെന്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2019-20 അസസ്മെന്റ് ഇയർ ഏതായിരിക്കും? ഫിനാൻഷ്യൽ ഇയർ 2019 അസസ്മെന്റ് ഇയർ 2020-21 ആയിരിക്കും. പലപ്പോഴും അത് എടുത്ത് ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അസസ്മെന്റ് ഇയറിൻ്റെയും ഡിഫറൻസ് പറയാൻ കാരണം, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പല ഇൻഫർമേഷനും വരുന്നുണ്ടാവും. അപ്പോൾ ടാക്സ് സ്ലാബൊക്കെ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നുണ്ട്. അതിൽ ചിലയാൾ ഫിനാൻഷ്യൽ ഇയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ചിലയാൾ അസസ്മെന്റ് ഇയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അത് ഒരു സംശയത്തിന് കാരണമാണ്. രണ്ടാമത്തേത്, ഈ ഫിനാൻഷ്യൽ ഇയർ 19-20 ചെറിയ മാറ്റങ്ങൾ ടാക്സ് സ്ലാബിലില്ല, പക്ഷെ ടാക്സ് ഡിറൈവ് ചെയ്യുന്ന കാൽക്കുലേഷനിലുണ്ട്. അതാണ് ആകെയുള്ള മാറ്റം. ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ ഇയർ 2018-19 ഫിനാൻഷ്യൽ ഇയർ 2019-20 ടാക്സ് സ്ലാബ് ഒന്ന് തന്നെയാണ്. ഓർമ്മിക്കുക, ഈ 2 വർഷത്തെയും ടാക്സ് സ്ലാബ് ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും. ഫിനാൻഷ്യൽ ഇയർ 2018-19 ഫിനാൻഷ്യൽ ഇയർ 19-20 ടാക്സ് സ്ലാബ് ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇവിടെ നോക്കുക, എന്താണ് സ്ലാബ്? ഇത് ബിലോ 60 ഏജ് ഉള്ളവർക്കാണ്, 60 വയസ്സിന് താഴെയുള്ളവരുടെ സ്ലാബാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 2,50,000 വരെ ടാക്സ് റേറ്റ് നില്ലാണ്, ടാക്സ് ഇല്ല. 2,50,001 തൊട്ടിട്ട് 5 ലക്ഷം വരെയുള്ളവരുടെ ടാക്സ് റേറ്റ് 5% 5,01,000 തൊട്ടിട്ട് 10 ലക്ഷം വരെയുള്ളവരുടെ ടാക്സ് റേറ്റ് 20%. 10 ലക്ഷത്തിന് മുകളിലുള്ളവരുടെ ടാക്സ് റേറ്റ് 30%. നോക്കുക, ഒന്നുകൂടി നോക്കുക, 60 വയസ്സിന് താഴെയുള്ളവരുടെ ഫിനാൻഷ്യൽ ഇയർ 2019-20 സ്ലാബ് ഇതാണ്. ഇത് തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ 2018-19 സ്ലാബ്. 60 വയസ്സിന് താഴെയുള്ളവർക്ക് 2,50,000 വരെ ടാക്സ് ഒന്നുമില്ല. 2,50,001 തൊട്ടിട്ട് 5 ലക്ഷം വരെയുള്ളവരുടെ ടാക്സ് റേറ്റ് 5%. 5,01,000 തൊട്ട് 10 ലക്ഷം വരെയുള്ള ടാക്സ് റേറ്റ് 20%.
10 ലക്ഷത്തിന് മുകളിലുള്ളവരുടെ ടാക്സ് റേറ്റ് 30%. ഇത് 60 വയസ്സിന് താഴെയുള്ളവരുടെ സ്ലാബ്. ഇനി 60 വയസ്സ് തൊട്ടിട്ട് അപ് ടു 80 വരെയുള്ളവരുടെ സീനിയർ സിറ്റിസന്റെ ഒഴിവ് എത്രയാണ്? ഇവിടെ 60 വയസ്സിന് താഴെയുള്ളവർക്ക് 2.5 ലക്ഷമാണെങ്കിൽ ഇവിടെ 3 ലക്ഷം വരെ സീനിയർ സിറ്റിസന് ടാക്സ് ഒഴിവാണ്. 3 ലക്ഷത്തിന് മുകളിലുള്ളവർക്കാണ് ടാക്സ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 80 തൊട്ടിട്ട് അതിന് മുകളിലുള്ളവർ, അവര് വെരി സീനിയർ സിറ്റിസൺ എന്ന് പറയും. അവരുടെ ടാക്സ് ഒഴിവ് 5 ലക്ഷമാണ്. 5 ലക്ഷം വരെ ടാക്സ് ഒഴിവാണ്. 5 ലക്ഷത്തിന് മുകളിൽ ഇൻകം വരുന്നവർ ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഫിനാൻഷ്യൽ ഇയർ 19-20 ടാക്സ് സ്ലാബ് എന്താണ്? 2 ലക്ഷം വരെ നില്ലാണ്. 60 വയസ്സിന് താഴെയുള്ളവർക്ക് 2,50,001 തൊട്ടിട്ട് 5 ലക്ഷം വരെ 5%. 5,01,000 തൊട്ട് 10 ലക്ഷം വരെ 20%. 10 ലക്ഷത്തിന് കൂടുതലുള്ളവരുടെ 30%. ഇത് 60 വയസ്സിന് താഴെ. 60 വയസ്സ് തൊട്ട് അപ് ടു 80 ഏജ് വരെയുള്ളത്, 80 വയസ്സ് വരെയുള്ള അവർക്ക് സീനിയർ സിറ്റിസൺ എന്ന് പറയും. 3 ലക്ഷമാണ് ടാക്സ് ഒഴിവ്. 80 അതിന് മുകളിലുള്ളവരത് വെരി സീനിയർ സിറ്റിസൺ, 5 ലക്ഷമാണ് ഒഴിവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2018 ഇൻകം ടാക്സ് സ്ലാബ് ഫിനാൻഷ്യൽ ഇയർ 19-20 19-19 ഇൻകം ടാക്സ് സ്ലാബ് ഒന്ന് തന്നെയാണ്. പിന്നെ എവിടെയാണ് ചേഞ്ച്? ഇവിടെ നോക്കുക, റിബേറ്റിലാണ് ചേഞ്ച്. ഫിനാൻഷ്യൽ ഇയർ 2018-19 ടോട്ടൽ ഇൻകം 3,50,000 വരെയുള്ളവർക്ക് അണ്ടർ സെക്ഷൻ 87A പ്രകാരം 2,500 റിബേറ്റ് ഉണ്ട്. അത് കൂടിയിരിക്കുന്നു 2019-20 ഫിനാൻഷ്യൽ ഇയർ 2019-20 5 ലക്ഷം വരെ ഉള്ളവർക്ക് 12,500 റിബേറ്റ് കിട്ടും. അതായത് പഴയ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ റിബേറ്റിൽ വളരെ കൂടുതൽ കിട്ടും, കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും. 2,500 ക്ലെയിം ചെയ്തെടുക്കാം, നമുക്ക് 12,500 ക്ലെയിം ചെയ്യാം. അതാണ് ആകെയുള്ള ഡിഫറൻസ്. 2018-19 കമ്പയർ ചെയ്യുമ്പോൾ 2019-20 ഉള്ള ആകെയുള്ള ഡിഫറൻസ് ഇതാണ്. അല്ലാതെ ടാക്സ് സ്ലാബിൽ ഡിഫറൻസ് ഒന്നുമില്ല. റിബേറ്റിലാണ് കൂടുതൽ ക്ലെയിം ചെയ്യാൻ വരുന്നത്. അപ്പോൾ 5 ലക്ഷം വരെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് വരിക 12,500 റിബേറ്റും 12,500 കിട്ടുമ്പോൾ ടാക്സ് അടക്കേണ്ടത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് 5 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് വരില്ല എന്ന്. ഞാൻ ഈ സിറ്റുവേഷനിൽ ഒന്നുകൂടി ഓർക്കുകയാണ്. എനിക്ക് തന്നെ പരിചയമുള്ള 2 എൻ്റെ സുഹൃത്തുക്കൾ ഈ റീസെന്റ് ആയിട്ട് അവർ തമ്മിലൊരു തർക്കം ബെറ്റ് എന്ന് പറയാം, അതിലേർപ്പെട്ടു. ഒരാൾ പറഞ്ഞു 5 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല, അതുകൊണ്ട് 5 ലക്ഷം വരെയുള്ളവർ ടാക്സ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു 7 ലക്ഷം വരെ ടാക്സ് ഇല്ല, അപ്പോൾ 7 ലക്ഷം വരെയുള്ളവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇവർ 2 പേരും എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 പേരും പറഞ്ഞത് തെറ്റാണ്, പക്ഷെ ഇതേപോലുള്ളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. 2 പേരും പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് ഫൈറ്റിംഗ് നിൽക്കണ്ട, ആരും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അവസരത്തിൽ ഞാൻ എക്സ്പ്ലനേഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 സുഹൃത്തുക്കളും ഇപ്പോഴും ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതായത് 2.5 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. 2.5 ലക്ഷം വരെ ഇൻകം ടാക്സ് ഒഴിവുള്ളൂ. 2,50,000 മുകളിൽ കിട്ടുന്ന ഒരാൾ മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് 2019-20 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. 5 ലക്ഷം വരെ റിബേറ്റ് വരുമ്പോഴാണ് ഒഴിവാകുന്നത്. കാരണം 5 ലക്ഷത്തിന് ടാക്സ് വരുന്നുണ്ട്. 5 ലക്ഷത്തിന്റെ ടാക്സ് വരിക 12,500 അപ്പൊ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് 12,500 കാണിക്കണം. ലെസ് റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. സെക്ഷൻ 87A പ്രകാരം 12,500 റിബേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. എന്നിട്ട് ടാക്സ് വരിക 0 എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് വേണം. അതുകൊണ്ട് 5 ലക്ഷം വരെ ഫയൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞ ആളെ വാദഗതി തെറ്റാണ്. 5 ലക്ഷം, അതായത് 2,50,000 മുകളിലുള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം. 5 ലക്ഷം ഉള്ളവർക്ക് ടാക്സ് വരില്ല, അതിന്റെ കീഴെ വരുന്നവർക്ക്, അതായത് 5 ലക്ഷത്തിന് ബിലോ വരുന്ന ആർക്കും ടാക്സ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഈ റിബേറ്റ് 12,500 വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഫിനാൻഷ്യൽ ഇയർ 18-19 2,500 ഉണ്ടായിരുന്നല്ലോ. അതായത് 3,50,000 വരെയുള്ളവർക്ക് അത് ടോട്ടൽ ഇൻകം 3,50,000 വരെയുള്ളവർക്ക് 2,500 ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 19-20
ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെയുള്ളവർക്ക് 12,500 ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം താഴെ നോക്കുക. ഫിനാൻഷ്യൽ ഇയർ 18-19 മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾക്ക് 5 ലക്ഷം റുപ്യ ടോട്ടൽ ഇൻകം ഉണ്ടെന്ന് കരുതുക. അദ്ദേഹത്തിന് ATC പ്രകാരമുള്ള കിഴിവ്, സെക്ഷൻ ATC പ്രകാരമുള്ള കിഴിവ് 1.5 ലക്ഷം ഉണ്ടെന്ന് കരുതുക. ATC എന്ന് പറയുന്നത് LIC, ട്യൂഷൻ ഫീ, ഹൗസിംഗ് ലോൺ എന്നിവ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. മാക്സിമം 1.5 ലക്ഷം മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. LIC 2 ലക്ഷത്തിന് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 2 ലക്ഷം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എത്ര ക്ലെയിം ചെയ്യാൻ പറ്റൂ? 1.5 ലക്ഷം മാത്രമേ സെക്ഷൻ ATCയിൽ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ക്ലെയിം കിഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം 3,50,000 ആ വർഷം 3,50,000 മുകളിലുള്ള ടാക്സ് 2,500 ആണ്. ആ വർഷം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റിബേറ്റ് 3 ലക്ഷം ടോട്ടൽ ഇൻകം വരുന്നവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റിബേറ്റ് 2,500 ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടാക്സ് പേയബിൾ 0 ആയി, അതായത് ടാക്സ് അടക്കാനില്ല. 2019-20 വേറൊരു വ്യക്തിയാണെന്ന് കരുതുക, മിസ്റ്റർ വൈ എന്ന് കണക്ക് കൂട്ടിക്കുക. മിസ്റ്റർ വൈയുടെ ടോട്ടൽ ഇൻകം 6,50,000 ആണ്. അദ്ദേഹത്തിനും ATC പ്രകാരം 1,50,000 മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ 1.5 ലക്ഷം കിഴിക്കുന്നതാണെങ്കിൽ ടാക്സബിൾ ഇൻകം വരിക 5 ലക്ഷമാണ്. 5 ലക്ഷത്തിന്റെ മുകളിലുള്ള ടാക്സ് വരിക 12,500 ആണ്. ടാക്സ് വരിക 12,500 ആണ്. റിബേറ്റും 12,500 ക്ലെയിം ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന ടാക്സ് 0 അതാണ് 5 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല എന്നേ അർത്ഥമുള്ളൂ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട എന്നർത്ഥമില്ല. മനസ്സിലാക്കുക, 5 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് വരില്ല, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട എന്ന് മീനിങ് ഇല്ല. 2,50,000 മുകളിലുള്ള എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ ഇവിടെ ATC 1.5 ലക്ഷം വരെ കിഴിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് സെക്ഷൻ 80C തൊട്ടിട്ട് സെക്ഷൻ 80U വരെയുള്ള എല്ലാ സെക്ഷനിൽ വരുന്ന കിഴിവുകളും നിങ്ങൾക്ക് ഇതിനകത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ടാക്സബിൾ ഇൻകത്തിലേക്ക് എത്തേണ്ടത്, ടാക്സബിൾ ടോട്ടൽ ഇൻകത്തിലേക്ക് എത്തേണ്ടത് നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന എല്ലാ ഇൻകവും ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C തൊട്ടിട്ട് 80U വരെയുള്ള എല്ലാ കിഴിവുകളും ക്ലെയിം ചെയ്യാം. അതായത് വേറെ ഒരു ക്ലെയിം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് 2 ലക്ഷം വരെ ക്ലെയിം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഈ 1.5 ലക്ഷം ആ 2 ലക്ഷം കൂട്ടി 3,50,000 വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 6 വരെ ക്ലെയിം ചെയ്തു, അതിൻ്റെ അകത്ത് 1.5 കഴിച്ചിട്ടാണ് 5 ലക്ഷത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനോട് നമുക്ക് 2 ലക്ഷത്തിന്റെ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റിന്റെ ക്ലെയിമും കൂടി ഉണ്ടെങ്കിൽ 2 ലക്ഷം ഇതിനോട് കൂട്ടുക, അത്രയായി 8,50,000. 8,50,000 ഉള്ള ഒരാൾക്കും എത്രയോ ടാക്സ് വരൂ? 0 ടാക്സ് ചെയ്യണ്ടാവും. എന്തുകൊണ്ടാ? ആ 8,50,000 1.5 ATC പ്രകാരം കഴിക്കാം, 2 ലക്ഷം ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും അതായത് 8,50 3,50 കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ 5,000. 5ന്റെ മുകളിലുള്ള ടാക്സ് 12,500 ആണ്, റിബേറ്റ് 12,500 ആണ്, നിങ്ങളുടെ ടാക്സ് 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ രണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റുന്നവർക്ക് LICയും അല്ലെങ്കിൽ ഹൗസിംഗ് ലോണും അതൊക്കെ ഉള്ളവർക്ക് ഈ സെക്ഷൻ പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്ലെയിം ചെയ്ത് കാണിച്ചിട്ടാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് 8,50,000 വരെയുള്ളവർക്ക് 0 ടാക്സ് ആണ്, അല്ലെങ്കിൽ അതിനൊരിക്കലും അർത്ഥമല്ല. 8,50,000 വരെയുള്ളവർക്ക് 0 ടാക്സ് ആണ്, അവര് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട എന്ന് മീനിങ്ങേ ഇല്ല. അവർക്ക് ടാക്സ് 0 ആണ് വരിക. പക്ഷെ ഈ ക്ലെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇനി നോക്കുക, ഇത് ഈ ടോട്ടൽ ഇൻകത്തിൽ 8,50 വീണ്ടും സാലറിയും കൂടി ഉൾപ്പെടുന്ന ഒരാളാണെന്ന് കരുതുക, അയാൾക്ക് സാലറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാലറീഡ് പീപ്പിളിന്, സാലറി വാങ്ങിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ 2019-20 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയുണ്ട്. 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് 0 ടാക്സ് വരും. നോക്കുക, 9 ലക്ഷം ഇതിനകത്ത് സാലറി ഉൾപ്പെടുന്നുണ്ട്. 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടി. അപ്പോൾ എവിടെ എത്തി? 8,50 8,50 ഡിഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ATC പ്രകാരം 1,50, ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് 2 ലക്ഷം കൂടിയാൽ 3.5 ലക്ഷം. ഈ 8,50 3.5 ലക്ഷം കഴിച്ച് വീണ്ടും ഇവിടെ എത്തി 5 ലക്ഷത്തിലെത്തി. 5 ലക്ഷത്തിന് ടാക്സ് എത്രയാണ്? 12,500. റിബേറ്റ് എത്രയാണ്? 12,500. ടാക്സ് എത്രയാണ്? 0.
ഇനി ഒന്ന് ഓർമ്മിക്കുക, ഈ 5,01,000 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 12,500 ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ടാക്സ് 12,500 അടക്കാൻ ബാധ്യസ്ഥനായി. 5 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 12,500 റിബേറ്റ് ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിൾ അല്ല. നിങ്ങൾ ഈ 12,500 ടാക്സ് ആയിട്ട് ഇവിടെ അടക്കാൻ ബാധ്യസ്ഥനായി. ഇനി ഈ റിബേറ്റ് ആർക്കെല്ലാം ക്ലെയിം ചെയ്യാം? എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ 12,500 ഫിനാൻഷ്യൽ ഇയർ 19-20 റിബേറ്റ് ആർക്കൊക്കെ ക്ലെയിം ചെയ്യാം? നിങ്ങളൊരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. നിങ്ങളൊരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതായത് NRIക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ഈ റിബേറ്റ് സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എത്തിപ്പെടുന്ന ആ എമൗണ്ടിൽ നിന്ന് 80C പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ 80U വരെയുള്ള ഡിഡക്ഷൻസ് കിഴിക്കാം. അതായത് ഒരുപാട് സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ഒഴിവ് കിട്ടുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടുകൾ 80C തൊട്ടിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് മുഴുവൻ കിഴിച്ചിട്ട് എത്തിപ്പെടുന്ന ടോട്ടൽ ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിന്റെ മുകളിൽ കവിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് ക്ലെയിം ചെയ്യാൻ പറ്റൂ? റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. പിന്നെ ഒന്നുകൂടി ഓർമ്മിക്കുക. അപ്പൊ 3 കണ്ടീഷൻസ് കൂടി റിബേറ്റ് ക്ലെയിം ചെയ്യുന്നതിന് പാലിക്കണം. ഒന്ന്, നിങ്ങൾ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. 2, ഈ ലിമിറ്റിൽ കൂടാൻ പാടില്ല. എവിടെ? 5 ലക്ഷത്തിന്റെ മുകളിൽ കൂടാൻ പാടില്ല. 3, നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ എത്തുന്നതിന് വേണ്ടി സെക്ഷൻ 80C തൊട്ടിട്ട് 80U പ്രകാരമുള്ള എല്ലാ അനുവദനീയമായ കിഴിവുകളും ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പല ആൾക്കാർ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇതിന്റെ മുകളിൽ സംശയം കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് 5 ലക്ഷം വരെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് 0 ആണ്. ടാക്സ് 0 ആണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ 2 ലക്ഷം നിങ്ങളുടെ വയസ്സ് 60 കീഴെയാണെങ്കിൽ 2,50,000 മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് ഇതുവരെ ഈ അനുവദനീയമായ ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാലറി ഉൾപ്പെടെയുള്ള ഒരാൾക്ക് 9 ലക്ഷം വരെ ക്ലെയിം ചെയ്യാം. അല്ലാത്ത ഒരാൾക്ക് ഈ 80C തൊട്ട് 3.5 ലക്ഷം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് 8,50,000 വരെ ക്ലെയിം ചെയ്യാം. അപ്പൊ അവർക്കൊക്കെ ടാക്സ് എത്രയും വരും? 0 വരും. 8.5 ലക്ഷത്തിന്റെ മുകളിൽ ആ 3.5 ലക്ഷം കഴിച്ചു കഴിഞ്ഞാൽ 5-ലെത്തും. അപ്പൊ 5-ലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് 12,500 ആണ്, റിബേറ്റ് 12,500 ആണ്. അങ്ങനെയാണ് ടാക്സ് ഒഴിവാകുന്നത്. റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഇത് കാണിച്ചിട്ട് വേണം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കരുത്, തീർച്ചയായും അത് ശ്രദ്ധിക്കണം. അപ്പോൾ സാലറിക്കാർക്ക് ഈ 8 എന്നുള്ളത് 9 വരെ പോകാൻ കാരണം അവർക്ക് ഈ വർഷം 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നിട്ട്, അതായത് 5 ലക്ഷമാണ് എൻ്റെ ഇത്, അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ 19-20 നമ്മുടെ ഈ അവസാനിച്ച മാർച്ചിലെ 2020 മാർച്ചിൽ വരുന്ന ഇത് ഫയൽ ചെയ്യാനുള്ള സമയത്ത് ഫയൽ ചെയ്യാതിരിക്കരുത്. നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. ഫയൽ ചെയ്യാതിരുന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫൈനുകളൊക്കെ പിന്നെ വരും. കാരണം നിങ്ങളുടെ പിന്നാലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പോഴും ബാങ്കിൽ നിന്നും മറ്റുള്ള രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അങ്ങനെയുള്ള എല്ലാ തേർഡ് സോഴ്സിൽ നിന്നും അവർ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പം കാണാൻ എല്ലാവരും സോഷ്യൽ മീഡിയ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു പുതിയ മോട്ടോർ ബൈക്കോ വില കൂടിയ ബൈക്കോ വലിയ വില കൂടിയ കാറോ വലിയ ഫ്ലാറ്റ് എടുത്തതോ വലിയ വീടെടുത്തതോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വീട്ടിലെ എന്താ പറയുക അവനവൻ്റെ സന്തോഷ മുഹൂർത്തങ്ങൾ നിങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. നല്ലതാണ്. അവർ സുഹൃത്തുക്കൾ അതിനെ കമൻറ്റ് ചെയ്യും, ബന്ധുക്കൾ കമൻറ്റ് ചെയ്യും, അവരൊക്കെ ഹാപ്പി ആയിരിക്കും. ശ്രദ്ധിക്കുക, ഒരാളും കൂടി ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻകം ഉണ്ടെന്നാണ് ഇൻകം ടാക്സ് കരുതുക. നിങ്ങളുടെ പാൻ നമ്പറൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റും. കാരണം പണ്ടൊക്കെ മാനുവൽ വർക്ക് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഇൻകം ടാക്സിൽ അവർക്ക് അത്രയും സമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവരുടെ ഭൂരിഭാഗം വർക്കുകളും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരുപാട് ഫ്രീ ആണ്. നിങ്ങളെ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനൊക്കെ അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കരുത്.
എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണർമാരുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ താഴെ എൻ്റെ ചാനലിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാനത് തീർച്ചയായും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളൊരു മാത്രമല്ല, ചില ആൾക്കാർ പുറം രാജ്യത്തേക്ക് ട്രിപ്പ് പോകുന്നവരാണ്. അവരുടെ ഗൾഫ് വിദേശ യാത്രകൾ മുതലായവയൊക്കെ ടാക്സിൻ്റെ പരിധിയിൽ, കാരണം അവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ എവിടുന്ന് അതിനുള്ള ഇൻകം, അതായത് നിങ്ങളെ പാൻ നമ്പർ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്കറിയാം. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം എത്ര 2.5 ലക്ഷത്തിന് താഴെയാണെന്നാണ് അവർ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടും മറ്റും ഒരുപാട് ആൾക്കാരെ കൂട്ടി വിദേശത്തൊക്കെ പോകാനും ട്രിപ്പ് അടിക്കാനും എവിടുന്ന് പൈസ എന്നുള്ളത് ഒരു ചോദ്യം വരും. തീർച്ചയായും ഇൻകം ടാക്സ് ലെറ്റർ നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ വലിയ കാറിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക. ഇതിൻ്റെയൊക്കെ സോഴ്സിന് പിന്നെ ഒരു ഇൻകം ടാക്സ് ലെറ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാർ പിന്നീട് ചെയ്യുന്ന അറിവില്ലായ്മ എന്ന് പറയുന്നത് അവരുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ സാലറി മാത്രം കാണിക്കും. വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് അവർ പെടുത്തുകയില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇൻകം ടാക്സിന് വേണ്ടി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒരു സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ 1 തൊട്ടിട്ട് മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ ഇൻകമാണ് അവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഒരു ഇൻകവും അവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ചില ആൾക്കാർക്ക് അറിയില്ല, ചിലപ്പോൾ ആ സാമ്പത്തിക വർഷം അവരുടെ അസറ്റുകൾ എന്തെങ്കിലും മോട്ടോർ ബൈക്കോ കാറോ ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെ വല്ലതും ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്യാപിറ്റൽ ഗെയിൻ വരും. അത് ലാഭമാണെങ്കിൽ, ആ വിൽപ്പന ലാഭമാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ടാക്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ റിട്ടേണിൽ കാണിക്കേണ്ടതാണ്. അതൊന്നും മിസ്സാവരുത്. മിസ്സായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ട്രാക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളത്. ചില ആൾക്കാർ ചിലപ്പം പറയും ഞാനത് കാണിച്ചിട്ടില്ല, 2 കൊല്ലമായിട്ടും ഇതുവരെ എനിക്ക് ലെറ്റർ ഒന്നും വന്നില്ല, പിന്നെ ഞാനതിന് വെറുതെ അടക്കണം. കൊല്ലം കഴിയുന്നതിന് നിങ്ങൾക്ക് റിസ്ക് കൂടുകയാണ്. 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ഡീറ്റെയിൽസ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ ഈ 5 കൊല്ലത്തെ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്തതിനുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഫൈനും സൂപ്പർ ഫൈനൊക്കെ നിങ്ങൾ അടച്ചിട്ട് ഒരു വലിയ സാമ്പത്തിക ബാധ്യത നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം ടാക്സും GSTയും TDSും പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി വീഡിയോകളാണ് ഇനി വരാനിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായി നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.